പകലന്തിയോളം അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ ശിഷ്യന്മാര് ഇതാ കടൽക്കരയിലേക്ക് വരുമ്പോൾ അവരോട് സൗമ്യമായിട്ട് ഗുരു ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലേ? ഇവിടെ മനസ്സിലാകേണ്ട മറ്റൊരു സത്യം കൂടിയുണ്ട്. ഈ ഗുരുവും ശിഷ്യനെന്ന് പറയുന്നത് യേശുവും ശിഷ്യന്മാരുമാണ്. ഇവിടെ യേശുവും ശിഷ്യന്മാരുടെയും അവസ്ഥകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തന്നെ വിട്ടോടിയ, തന്നെ തള്ളിപ്പറഞ്ഞു കൊണ്ടുപോയ ശിഷ്യഗണങ്ങളാണ് ഇവരെല്ലാവരും. ഈ ശിഷ്യഗണത്തോടാണ് ക്രിസ്തു ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലേ? പരിക്കേൽപ്പിക്കാത്ത ക്രിസ്തുവിന്റെ സംഭാഷണം, ഒരിക്കലും മുറിവേൽപ്പിക്കാത്ത, പരിക്കേൽപ്പിക്കാത്ത ക്രിസ്തുവിന്റെ സംഭാഷണമാണ് അവരോട് നാം ഈ വചനത്തിൽ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21:5 നാം വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലേ? എല്ലാ മുറിവുകളും ഏറ്റെടുത്തവൻ മറ്റുള്ളവരെ മുറിക്കാതെ, പരിക്കേൽപ്പിക്കാതെ അവരെ സൗമ്യതയോടുകൂടെ അവന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയാണ്. ഒരിക്കലും മറ്റുള്ളവർ എൻ്റെ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കരുതെന്നുള്ള വലിയ വാശിയോടുകൂടെയാണ് ക്രിസ്തു എല്ലാവരെയും സമീപിച്ചിരുന്നത്. കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലേ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവർക്കിന്ന് ഭക്ഷിക്കുവാൻ എന്താണ് കൊടുക്കുക എന്നുള്ള ചോദ്യങ്ങളുമായിട്ടൊക്കെ ക്രിസ്തു മുന്നോട്ട് പോകുന്നത്. ഇവിടെയും ക്രിസ്തു അവരെ പരിക്കേൽപ്പിക്കാതെ ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കൊന്നും ലഭിച്ചില്ലേ? അപ്പോൾ ഈ പരിക്കേൽപ്പിക്കാത്ത സംഭാഷണത്തിലൂടെ ശിഷ്യന്മാരൊക്കെ അവനോടൊപ്പം കൂടുകയാണ്. അവരോടൊപ്പം കൂടുന്ന ശിഷ്യന്മാരോടായിട്ട് വീണ്ടും ക്രിസ്തു പറയുകയാണ് ഒരു പ്രോത്സാഹനത്തിന്റെ മറ്റൊരു വാക്ക്. അവിടുന്ന് പറയുന്നു, വലതുവശത്ത് വലയെറിയുക, വലതുവശത്ത് വലയെറിയുക. യോഹന്നാന്റെ സുവിശേഷം 21:6 വായിക്കുന്നു, വലതുവശത്ത് വലയിടുക എന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഭാഷണം. പകലന്തിയോളം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന ശിഷ്യന്മാര്, ഈ ശിഷ്യന്മാരുടെ ക്രിസ്തു പറയുന്നു, നിങ്ങൾ വലതുവശത്ത് വലയിട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കടലിനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് ശിഷ്യന്മാരുടെ അടുക്കലേക്കാണ് ക്രിസ്തു ഈ ഒരു വാക്യം കൂടി പറയുന്നത്. എങ്കിലും അവരൊക്കെ ക്രിസ്തുവിന്റെ പ്രോത്സാഹനം ഏറ്റെടുത്തുകൊണ്ട് അവരിതാ വള്ളവും വലയുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്, അവർ ആഴങ്ങളിലേക്ക് വലയിടുവാനായിട്ട്. അങ്ങനെ ക്രിസ്തുവിന്റെ പ്രോത്സാഹനം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന അവരുടെ ജീവിതത്തിലെ അത്ഭുതമാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വലിയൊരു മത്സ്യശേഖരണം തന്നെ ലഭിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ഓർക്കുക, പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന വർത്തമാനങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പ്രോത്സാഹനത്തിന്റെ വാക്കുകളിലേക്ക് കടക്കുമ്പോൾ നിനക്കും അവരെൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 21:6 ക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങളും പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ ഏറ്റെടുക്കുന്നവരാകുക, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാകുക എന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.